ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Question number 1 to 4. Read an excerpt from the Little Things Matter and answer the questions that follow. ഇവിടെ നമ്മുടെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പാഠഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. അത് വായിക്കുക, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. The British government had placed a number of sanctions and rations on goods. അഥവാ ഗുഡ്സിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ചില അനുമതികളും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവം കൊണ്ടുവന്നു. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവൈൽഡ് ഇൻ ദ കൺട്രി. അപ്പോൾ കൺട്രിയിൽ ചില എമർജൻസി സിറ്റുവേഷൻസ് മാത്രമേ എല്ലാ കാര്യങ്ങളും അവർ അവൈലബിൾ ആക്കിയിരുന്നുള്ളൂ. അവർ ലാർജ് ഫാമിലി ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് അക്യൂറ്റ്ലി. അപ്പോൾ ഈ നമ്മുടെ കലാമിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ലാർജ് ഫാമിലിയാണ്, വലിയ ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് സാധനങ്ങളൊന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. Food, clothes, the needs of the babies of the household all became difficult to procure. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, ഇതൊക്കെ വളരെയധികം ഡിഫിക്കൽറ്റി അവർക്ക് ഫീൽ ചെയ്തു. ആസ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ വാർ കണ്ടിന്യൂ ടു എഫക്റ്റ് അസ്. അപ്പോൾ അവരെയും ആ ഒരു വാറിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ അവരെയും ഓരോ ഫാമിലിയെയും ബാധിക്കാൻ വേണ്ടി തുടങ്ങി. ഷംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് എ പ്രപ്പോസൽ ദാറ്റ് എക്സൈറ്റഡ് ആൻഡ് എ ഡിലൈറ്റഡ് വൺ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഷംസുദ്ദീൻ വന്നിട്ട് ഈ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. One followed of the condition was that the rail stop at രാമേശ്വരം സ്റ്റേഷൻ had been done away with. അപ്പോൾ എന്താണ്, ആക്ച്വലി പേപ്പർ കളക്ട് ഒക്കെ ആണെങ്കിൽ പോലും അവിടെ രാമേശ്വരത്ത് ട്രെയിൻ നിർത്തില്ല, അവിടെ സ്റ്റോപ്പില്ല എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ. അപ്പോൾ ആ പേപ്പേഴ്സിനൊക്കെ എന്താ സംഭവിക്കുക? How were they to be collected and distributed to all the people of the town? അപ്പോൾ ഈ ടൗണിലെ എല്ലാ ആളുകൾക്കും എങ്ങനെയാണ് ഇപ്പോൾ ഈ പേപ്പറൊക്കെ കളക്ട് ചെയ്യുക? ഷംസുദ്ദീൻ ഫൗണ്ട് എ വേ ഔട്ട്. അപ്പോൾ ആക്ച്വലി സ്റ്റേഷൻ്റെ അവിടെ ട്രെയിൻ നിർത്തില്ല, പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് കലാമിനൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അതിനും ഒരു വഴി ഷംസുദ്ദീൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദ പേപ്പേഴ്സ് വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽസ്. അപ്പോൾ പേപ്പേഴ്സ് ഒരു വലിയ ബണ്ടിലാക്കി റെഡിയാക്കി വെക്കും. ആസ് ദ ട്രെയിൻ jagged down of the Rameshwaram Dhanishkodi track, they would be flung out on the platform. അപ്പോൾ ആ സമയത്ത് ഇത് ബണ്ടിലാക്കി വെച്ചിട്ട് നമ്മുടെ രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിലേക്ക് വരുമ്പോൾ ഈ ട്രെയിനിൽ നിന്നും ഇത് തള്ളി താഴെ ഇടുകയാണ് ചെയ്യുന്നത്, ആ പ്ലാറ്റ്ഫോമിൽ നിന്നും താഴെ ഇടും. And that is where I came in. Shamsuddin offered me the enjoyable job of collecting these bundles of paper thrown from the moving train and then taking them around town for distribution. അപ്പോൾ ഷംസുദ്ദീൻ തന്നിട്ടുള്ള ഓഫർ ചെയ്തിട്ടുള്ള നല്ലൊരു ജോലിയായിരുന്നു, എൻജോയ് ചെയ്യാവുന്ന ജോലിയായിരുന്നു. കാരണം എന്താണ്, ഈ ഒരു ബണ്ടിൽ കളക്ട് ചെയ്തിട്ട് ടൗണിലെ എല്ലാ ആളുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളൊരു പാസേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിഫിക്കൽറ്റി ഫേസ്ഡ് ബൈ കലാംസ് ഫാമിലി ഡ്യൂ ടു ദ പോളിസി ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോളിസിയോട് കൂടിയിട്ട് കലാമിൻ്റെ ഫാമിലി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യേണ്ടി വന്നത്? എന്തൊക്കെയായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വന്നു അല്ലേ. The family faced difficulty in obtaining essential items. അതോ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. എന്തൊക്കെയായിരുന്നു അത്യാവശ്യം വേണ്ട സാധനങ്ങൾ? ലൈക്ക് ക്ലോത്ത്സ് ആൻഡ് ബേബി സപ്ലൈസ് because the British had placed sanctions, food and rations on goods during the state of emergency. അതൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഗുഡ്സും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലുള്ള സാങ്ഷൻസ് വേണം എന്നുള്ള പുതിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ട ക്ലോത്ത്സ്, ഫുഡ്, ബേബി ഐറ്റംസ്, സപ്ലൈസ്, ഇതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് എ പ്രപ്പോസൽ ബിക്കോസ്. ഷംസുദ്ദീൻ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു, എന്തുകൊണ്ടാണ്? The British government had placed a number of sanctions and rations on goods. Something like a state emergency now prevailed in the country. The difficulties of the war continued to affect Kalam's family. The rail stop at Rameshwaram station had been done away with. ഇതിൽ ഏതായിരുന്നു കാരണം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ. ദ റെയിൽവേ സ്റ്റോപ്പ് രാമേശ്വരം സ്റ്റേഷൻ ഹാഡ് ബീൻ ഡൺ അവേ വിത്ത്. അഥവാ രാമേശ്വരം സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ലാതാക്കിയ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ഷംസുദ്ദീന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതും കലാമിനെ സമീപിച്ചതും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കലാം വാസ് ഓഫേർഡ് ആൻഡ് എൻജോയബിൾ ജോബ് ബൈ ഷംസുദ്ദീൻ. വാട്ട് വാസ് ദാറ്റ്? കലാം ആ ഓഫർ ചെയ്ത ജോലിയിൽ വളരെയധികം സന്തോഷവാനായിരുന്നു. എന്തുകൊണ്ടാണ്, എന്ത് ജോലിയായിരുന്നു എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. കലാംസ് എൻജോയബിൾ job was to collect bundles of newspaper thrown from the moving train at the Rameshwaram station platform and then distribute them
അറൗണ്ട് ടൗൺ. അപ്പോൾ രാമേശ്വരം സ്റ്റേഷനിൽ നിന്നും ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിൽ കളക്ട് ചെയ്തിട്ട് ടൗണിലെ എല്ലാ ആളുകൾക്കും രാമേശ്വരം സ്റ്റേഷനിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അവിടെ എല്ലാ ആളുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കലാമിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. Question number 4 to 6. Read the given lines from the Hope is the things with feathers and answer the questions that follow. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദേഴ്സ് എന്നുള്ള 2ാമത്തെ യൂണിറ്റിലെ ചില ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. അത് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. Hope is a thing with feathers that perches in the soul and sings the tune without the words and never stop at all. അപ്പോൾ എന്താ പറയുന്നത്? പ്രതീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചിറകുകളുള്ള ഒരു സംഭവം പോലെയാണ് അല്ലേ. മാത്രമല്ല അത് നമ്മുടെ ആത്മാവിൻ്റെ ഇതാണ്. കൂടാതെ അത് എപ്പോഴും ഇങ്ങനെ ഒരു ട്യൂണ് കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു പാട്ടോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ടില്ലെങ്കിൽ പോലും ഓരോ വേർഡ്സ് വെച്ചിട്ട് അതിങ്ങനെ ട്യൂൺ ചെയ്തിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും നിൽക്കില്ല എന്നാണ് പറയുന്നത്. And sweetest in the gale is heard, and sore must be in the storm that could abash the little bird that kept so many warm. ഇതാണ് പറയുന്നത്. അപ്പോൾ ഈ പോം നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലാസ് 8 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി പറ്റും. അതിൽ കയറി കാണാം, എല്ലാ ചാപ്റ്റേഴ്സും കാണാം. ഓക്കെ, നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. 4th question, where does hope perch according to the poem? ഈ പോമിൽ പറയുന്ന ആ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് perch ചെയ്യുന്നത്? ഇൻ ദ ഹാർട്ട്, ഇൻ ദ മൈൻഡ്, ഇൻ ദ സ്കൈ, ഇൻ ദ സോൾ. എവിടെയാണ്? സോളിലാണല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 5th question, why does the poet describe hope as something that never stops at all? എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് ഹോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നിൽക്കാതെയുള്ള സ്റ്റോപ്പ് ചെയ്യാത്ത ഒരു സാധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Because hope continuously exists and keeps inspiring a person no matter what difficulties they face. It never gives up or fades away. അപ്പോൾ ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഇൻസ്പയർ ചെയ്യുന്ന ഒരു പേഴ്സണെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരിക്കലും നമ്മൾ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാലും അതിൽ നിന്ന് ഗീവ് അപ്പ് ചെയ്യില്ല. എന്ത് ചലഞ്ചസ്, എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടായാലും നമ്മൾ നമ്മുടെ ഹോപ്പ് എന്നുള്ള അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അത് നിൽക്കാത്ത ഒന്നാണെന്ന് പറയുന്നത്. 6th one, what does the storm in the poem symbolize? ഇവിടെ സ്റ്റോം എന്നതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? The seasons, loud noises, difficult challenges in life, actual weather. എന്താണ്? ഡിഫിക്കൽട്ട് ചലഞ്ചസ് ഇൻ ലൈഫ് എന്നുള്ളതാണ്. ജീവിതത്തിലെ ഒരുപാട് ചലഞ്ചസുകൾ, ബുദ്ധിമുട്ടായ ചലഞ്ചസുകൾ, വെല്ലുവിളികൾ എന്നുള്ളതാണ് അവിടെ സ്റ്റോം എന്നതുകൊണ്ട് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. റീഡ് ദ ലൈൻസ് ഫ്രം ദ 7 ages of man ആൻഡ് പ്രിപ്പയർ എ പാരഗ്രാഫ് യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിട്ടുള്ളത് നമുക്ക് ദ 7 ages of man എന്നുള്ള ആ ഒരു പോമിലെ കുറച്ച് ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. ഇനി അതിന് താഴെ അയച്ചു കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. All the world stage and all the men and women merely players. They have their exist and their entrances. And one man in this time plays many parts, his acts being 7 ages. At first the infant, mailing and pecking in the nurse's arms, and then the winning schoolboy with his satchel, and shining morning face, creeping like snail, unwillingly to school. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പോം. നമ്മൾ ഈ പോമും നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഹിൻസ് തന്നിട്ടുള്ളത് വില്യം ഷേക്സ്പിയർ, ഹ്യൂമാനിറ്റി ജേർണി ഫ്രം ഇൻഫൻസി ടു ഓൾഡ് ഏജ് ആൻഡ് ഡെത്ത്, ഈച്ച് സ്റ്റേജ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്പെസിഫിക് ആക്ഷൻസ്, ഫിസിക്കൽ അട്രിബ്യൂട്ട്സ്, ലിറ്ററസി ഡിവൈസസ്. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു പാരഗ്രാഫ് എഴുതി നോക്കാം. In the 7 ages of man, William Shakespeare compares the world to a stage and human beings to actors who play many roles in their lifetime. അപ്പോൾ ഇവിടെ 7 ages of man എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയറിൻ്റെതാണ്. അദ്ദേഹം ലോകത്തെ തന്നെ എന്താ പറയുക ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ പ്ലേ ആണ്, ഓരോ ആക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. അവരുടെ റോൾ മോഡൽ അല്ലെങ്കിൽ അവരുടെ റോൾസ് നന്നായിട്ട് ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളുകളായിട്ടാണ് അദ്ദേഹം ഇവിടെ കമ്പയർ ചെയ്തിട്ടുള്ളത്. ഈ പ്രസൻസ് ലൈഫ് ആസ് എ ജേർണി ഫ്രം ഇൻഫൻസി ടു ഓൾഡ് ഏജ് ഫ്രം ആൻഡ് ഡെത്ത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജേർണി എന്ന് പറയുന്നത് ഒരു ഇൻഫൻസി, ഒരു ചെറിയ കുട്ടിയിൽ നിന്നും ഓൾഡ് ഏജിലേക്ക് മാറുന്നു, പിന്നെ അത് നേരെ മരണത്തിലേക്ക് പോകുന്നതായിട്ടാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 7 ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ്. അപ്പോൾ ഇതിനെ 7 ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ് ആയിട്ട് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് സ്റ്റേജ് ഈസ് മാർക്ക്ഡ് ബൈ സ്പെസിഫിക് ആക്ഷൻസ് ആൻഡ് ഫിസിക്കൽ അട്രിബ്യൂട്ട്സ്. ഫോർ ഇൻസ്റ്റൻസ് the infant's
infant crying in the nurse's arms, and the schoolboy with his satchel moving slowly and unwillingly to school. അപ്പോൾ ഇവിടെ ആദ്യം എന്ന് പറയുന്നത് എന്താണ്, ഓരോ സ്റ്റേജിനും ഓരോ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫൻ്റ് ആണ്, ഒരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി എങ്ങനെയാണ്, ഒരു നഴ്സിൻ്റെ കയ്യിൽ നിന്നും കരയുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. മാത്രമല്ല അടുത്തതെന്ന് പറയുന്നത് സ്കൂൾ ബോയ് ആണ്. അവന് സ്കൂൾ ബാഗും അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെ ഇട്ട് പോകുന്ന ഒരു സ്കൂൾ ബോയ്, സ്കൂളിലേക്ക് പോവാൻ റെഡി ആവാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൺവില്ലിംഗ്ലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പിന്നീട് കാണിക്കുന്നത്. ഷേക്സ്പിയർസ് യൂസ് വിവിഡ് imaginary smiles and metaphors to highlight the characteristics of each stage, making the reader reflect on the temporary and dramatic nature of human life. മാത്രമല്ല ഷേക്സ്പിയർ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇമാജിനറി, അതുപോലെ സ്മൈൽസ്, മെറ്റഫേഴ്സ്, ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓരോ സ്റ്റേജിനെയും ഓരോ ക്യാരക്ടറായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ടെമ്പററി ആയിട്ടുള്ള റിഫ്ലക്ഷനും അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിലുണ്ടാകുന്ന ഡ്രാമാറ്റിക് നേച്ചറും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ അദ്ദേഹം കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു പോമിനെ കുറിച്ചിട്ട് അതിൻ്റെ ഒരു സമ്മറിയെങ്കിലും നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8 to 10, റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും 8 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ എഴുതണം. ഡ്രഗ് യൂസ് എമംഗ് ചിൽഡ്രൻ ആൻഡ് ടീനേജേഴ്സ് ഈസ് എ സീരിയസ് ഇഷ്യൂ ദാറ്റ് ക്യാൻ ലീഡ് ടു മെനി ഹാംഫുൾ കോൺസിക്വൻസസ്. അപ്പോൾ ഈ ഡ്രഗ് യൂസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിലും ടീനേജേഴ്സിൻ്റെ ഇടയിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. മാത്രമല്ല ഒരുപാട് അനന്തരഫലങ്ങൾ, ചീത്തയായിട്ടുള്ള ദോഷഫലങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അറ്റ് എ യങ് ഏജ് ദ ബ്രെയിൻ ആൻഡ് ബോഡി ആർ സ്റ്റിൽ ഡെവലപ്പിംഗ്. യങ് ഏജ് എന്ന് പറയുന്നത് ആ സമയത്ത് എന്താണ്, നമ്മുടെ ബ്രെയിനും ബോഡിയും ഒക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ടേക്കിംഗ് ഹാംഫുൾ ഡ്രഗ്സ് ഡ്യൂറിംഗ് ദിസ് ടൈം ക്യാൻ ഡാമേജ് ദ ബ്രെയിൻ, അഫക്റ്റ് മെമ്മറി ആൻഡ് മേക്ക് ഇറ്റ് difficult for children to concentrate or learning in school. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനും മെമ്മറിക്കും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകും, അതൊക്കെ ഡാമേജ് ആകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല സ്കൂളിലൊക്കെ പഠിക്കാനും അതിൻ്റെ കോൺസെൻട്രേഷനൊക്കെ കിട്ടുന്നതിലും വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും. ലോങ് ടേം യൂസ് ഓഫ് ഡ്രഗ്സ് ക്യാൻ ലീഡ് ടു അഡിക്ഷൻ, എ കണ്ടീഷൻ വേർ ദ ബോഡി ഫീൽസ് ലൈക്ക് ഇറ്റ് നീഡ് ദ ഡ്രഗ് ഓൾ ദ ടൈം. ഇത് കുറേ കാലം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡിക്ഷനായിട്ട് മാറുകയും അതില്ലാതെ നമുക്ക് ലൈഫ് ടൈമിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലേക്ക് മാറുകയും ചെയ്യും. അഡിക്ഷൻ മേക്ക് ഇറ്റ് വെരി ഹാർഡ് ടു സ്റ്റോപ്പ് യൂസിങ് ദ ഡ്രഗ് ഈവൻ വെൻ ഇറ്റ് ഈസ് കോസിങ് ഹാം. ഇത് വളരെ ദോഷകരമാണെങ്കിൽ പോലും നമുക്ക് എന്താണ്, അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം കൂടെയാണ്. ദിസ് ക്യാൻ റിസൾട്ട് ഇറ്റ് സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ്, ഗോ എഗെയിൻസ്റ്റ് ദ ലോ ആൻഡ് ബ്രോക്കൺ റിലേഷൻഷിപ്പ് വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. മാത്രമല്ല ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, നിയമങ്ങളൊക്കെ തെറ്റിക്കുക, കൂടാതെ ഫാമിലി, ഫ്രണ്ട്സ്, ഈ റിലേഷൻഷിപ്പിലൊക്കെ ഒരു ബ്രോക്കൺ സംഭവിക്കുക, അത് ഇല്ലാതായി മാറുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇൻ സം കേസസ് ചിൽഡ്രൻ ഹു യൂസ് ഡ്രഗ് മേ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പിയർ പ്രഷർ, ക്യൂരിയോസിറ്റി ഓർ പ്രോബ്ലംസ് അറ്റ് ഹോം ഓർ സ്കൂൾ. ചില സമയത്ത് ചില കുട്ടികൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പിയർ ഗ്രൂപ്പിൻ്റെ അതേ സെയിം പ്രായത്തിലുള്ള കുട്ടികളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, ഇത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിലെയോ വീട്ടിലെയോ പ്രശ്നങ്ങളൊക്കെ കാരണമാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക് ടു ട്രസ്റ്റഡ് അഡൾട്ട്സ് സച്ച് ആസ് പാരൻസ്, ടീച്ചേഴ്സ് ഓർ കൗൺസിലേഴ്സ് ഇഫ് സമ്മൺ ഫീൽസ് സ്ട്രെസ്ഡ് ഓർ പ്രഷർഡ്. അപ്പോൾ ഇതിന് ഏറ്റവും വേണ്ട എന്താണെന്നാണ്, ഒരു വിശ്വാസമുള്ള ഒരു അഡൽറ്റ്, കുറച്ച് മുതിർന്ന ആളുകളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതൊന്നെങ്കിൽ പാരൻസ് ആവാം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ആവാം. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ സ്ട്രെസ്സും പ്രഷറൊക്കെ കുറക്കാൻ പറ്റുന്ന ഒരാളായിരിക്കാം. സ്റ്റേയിങ് എവേ ഫ്രം ദ ഡ്രഗ്സ് ഹെൽപ്പ് ചിൽഡ്രൻ ലീവ് ഹെൽത്തിയർ ഹാപ്പിയർ ലീവ്സ് ആൻഡ് അലോസ് ദം ടു ഫോക്കസ് ഓൺ ദെയർ ഗോൾസ് ആൻഡ് ഡ്രീംസ്. അപ്പോൾ ഡ്രഗ്സിനൊപ്പം നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് ഇല്ലാതാവുക, അവരുടെ സന്തോഷം ഇല്ലാതാവുക എന്നുള്ളതൊക്കെയാണ്. മാത്രമല്ല അവരുടെ ഡ്രീംസും ഗോൾസും ഒന്നും അവർക്ക് അച്ചീവ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും സാധിക്കാതെ വരും. മേക്കിംഗ് ഗുഡ് ചോയ്സസ് ആൻഡ് സറൗണ്ടിങ് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് ക്യാൻ പ്രൊട്ടക്റ്റ് യു ഫ്രം ദ ഡേഞ്ചറസ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ നല്ല ചോയ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നല്ല ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡ്രഗ്സിൽ നിന്നും ഡേഞ്ചേഴ്സിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷണം കിട്ടാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള പാരഗ്രാഫ്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. 8th ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ഫ്രം ദ പാസേജ് ഓഫ് ദ കോൺസിക്വൻസസ് ഓഫ് ടോക്കിംഗ് ഹാർംഫുൾ ഡ്രഗ്സ് ഡ്യൂറിങ് യങ് ഏജ്. അപ്പോൾ യങ് ഏജിൽ ഈ ഒരു
ഡ്രഗ്സിൻ്റെ ഹാംഫുൾനെസ് എത്രയാണ്, അത് എടുക്കുന്നത് കൊണ്ടുള്ള ഹാംഫുൾ ദോഷകരം എത്രയാണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നാണ് പാസേജിൽ പറയുന്നത്. എന്താ പറയുന്നത്? ടേക്കിംഗ് ഹാംഫുൾ ഡ്രഗ്സ് ഡ്യൂറിങ് യങ് ഏജ് ക്യാൻ ഡാമേജ് ദ ബ്രെയിൻ, എഫക്ട് മെമ്മറി ആൻഡ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ചിൽഡ്രൻ ടു കോൺസെൻട്രേറ്റ് ഓർ ലേൺ ഇൻ സ്കൂൾ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ബ്രെയിന് ഡാമേജ് ആവുക, അവരുടെ മെമ്മറിക്ക് എഫക്റ്റ് ഉണ്ടാവുക, അതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ കോൺസെൻട്രേഷൻ, സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ഇല്ലാതാവുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. 9th question, suggest a remedy for a person who feels stressed or pressured. ഒരു ആൾ പ്രഷർ ആവുക അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ അയാൾക്കുള്ള റെമഡി എന്ന് പറയുന്നത് എന്താണ്? They should talk to trusted adults such as parents, teachers or counselors. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ റെമഡി എന്ന് പറയുന്നത് അഡൽറ്റുമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസമുള്ള അഡൽറ്റുമായിട്ടോ പാരൻസുമായിട്ടോ ടീച്ചേഴ്സായിട്ടോ കൗൺസിലേഴ്സായിട്ടോ ഒക്കെ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണെന്നാണ് പറയുന്നത്. ഇനി ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ ആൻഡ് പിക്ക് ഔട്ട് ദ റൈറ്റ് ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ ദ പാസേജ്. ആ പാസേജിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എ, അവോയ്ഡിങ് ഡ്രഗ്സ് ഹെൽപ്സ് ചിൽഡ്രൻ ലീവ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ലീവ്സ്. അഥവാ ഡ്രഗ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കാൻ വേണ്ടി പറ്റും, അതിന് സഹായിക്കും. ലോങ് ടേം ഡ്രഗ് യൂസ് ക്യാൻ ലീഡ് ടു അഡിക്ഷൻ വിച്ച് ഈസ് ഈസി ടു ഓവർകം. അപ്പോൾ ലോങ് ടേം ആയിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡിക്ഷനായിട്ട് മാറും, പിന്നെ അതിൽ നിന്ന് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. സി, ചിൽഡ്രൻ മേ സ്റ്റാർട്ട് യൂസിങ് ഡ്രഗ്സ് ബിക്കോസ് ഓഫ് പിയർ പ്രഷർ, ക്യൂരിയോസിറ്റി ഓർ പ്രോബ്ലംസ് അറ്റ് ഹോം. അപ്പോൾ കുട്ടികൾ ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് പിയർ പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. ഓപ്ഷൻ ഡി, ചിൽഡ്രൻ ഹു യൂസ് ഡ്രഗ്സ് ഓഫൻ ബിക്കം മോർ ഫോക്കസ്ഡ് ആൻഡ് ഡു ബെറ്റർ ഇൻ സ്കൂൾ. ഡ്രഗ്സ് ആരാണോ ഉപയോഗിക്കുന്നത് അവർക്ക് സ്കൂളിൽ നല്ല ഫോക്കസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? 3ാമത്തെ ഓപ്ഷനാണ്. ബോത്ത് എ ആൻഡ് സി കറക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, എയും സിയും മാത്രമാണ് കറക്റ്റ് ഉള്ളത്, ബിയും ഡിയും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 to 30, ആൻസർ 1 question ഫ്രം ഈച്ച് സെറ്റ്. ഓരോ സെറ്റിൽ നിന്നും ഒരെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 11 എ, മണി ഇൻ ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി വാസ് ഡീപ്ലി എക്സൈറ്റഡ് അബൌട്ട് ഹിസ് വിസിറ്റ് ടു മസൂരി വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ. അപ്പോൾ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗത്തിൽ മണിയുടെ ഗ്രാനിയുടെ കൂടെ മസൂരിയിലേക്ക് പോകുന്നത് വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ റീച്ചിങ് ഹോം he shares the encounter with the eye specialist to his father, prepare a possible conversation between them. അപ്പോൾ എന്ത് ചെയ്യണം? അവർ വീട്ടിലെത്തിയതിന് ശേഷം ആ ഒരു ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയതും അവിടെ സംഭവിച്ചതൊക്കെ ഫാദറിൻ്റെ അടുത്ത് പറയുന്ന ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മണിയും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതി തയ്യാറാക്കേണ്ടത്. ഫാദർ ചോദിക്കുകയാണ്, സോ മണി ഹൗ വാസ് മസൂരി, ഡിഡ് ഗ്രാനി ഗെറ്റ് ഹെർ ഐ ഷെക്ക്. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, മണി എങ്ങനെ ഉണ്ടായിരുന്നു മസൂരി, നമ്മുടെ ഗ്രാനിക്ക് ഐ ടെസ്റ്റൊക്കെ ഐ ഒക്കെ ചെക്ക് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. മണി, യെസ് പപ്പ, ഇറ്റ് വാസ് സച്ച് ആൻ അഡ്വഞ്ചർ. അത് വളരെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഫസ്റ്റ് ദർ വാസ് ഈസ് ലാൻഡ് സ്ലൈഡ് ഓൺ ദ വേ ആൻഡ് വി ഹാഡ് ടു ക്ലൈംബ് അപ്പ് ദ മൗണ്ടൻ ടു റീച്ച് മസൂരി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, എന്നിട്ട് ഞങ്ങൾ മലക്ക് കയറിയിട്ടാണ് മസൂരിയിലേക്ക് എത്തിയത്. ഫാദർ, ഓ മൈ ഗോഡ്, ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ടയറിങ് ആൻഡ് ദ ഹോസ്പിറ്റൽ. നിങ്ങൾ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലേ, പിന്നെന്താണ് ഹോസ്പിറ്റലിലെ എന്ന് ചോദിക്കുകയാണ്. Mani, the eye specialist was very kind but also shocked when he saw Granny's gold glasses. അപ്പോൾ ഐ സ്പെഷ്യലിസ്റ്റ് വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷെ ആ സമയം തന്നെ ഗ്രാനിയുടെ ഗോൾഡ് ഗ്ലാസ് കണ്ടപ്പോൾ വളരെ ഷോക്ക് ആവുകയും ചെയ്തു. He said they should be kept in a museum. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു ഇത് മ്യൂസിയത്തിൽ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു. ഫാദർ ലവ്സ്, ഐ എം നോട്ട് സർപ്രൈസ്ഡ്, ഷീ ഈസ് ബീങ് യൂസിങ് ദം ഫോർ ഇയേഴ്സ്. അപ്പോൾ ഫാദർ ചിരിച്ചുകൊണ്ട് പറയാണ്, എനിക്കതൊരു വലിയ അത്ഭുതം തോന്നുന്നില്ല, അത് ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. മണി, ദെൻ ഹി ടെസ്റ്റഡ് ഹെർ ഐസ് വിത്ത് എ ബിഗ് ബോർഡ് ഫുൾ ഓഫ് ലെറ്റേഴ്സ്. അറ്റ് ഫസ്റ്റ് ഗ്രാനി സെഡ് ഷീ കുഡ് നോട്ട് ഈവൻ സീ ദ ബോർഡ് ബട്ട് ആഫ്റ്റർ ട്രൈ ന്യൂ ലെൻസ് ഷീ കുഡ് സീ സോ മച്ച് ബെറ്റർ. അപ്പോൾ പറയാണ് അവരുടെ കണ്ണ് ഒരുപാട് ലെറ്റേഴ്സൊക്കെ ഉള്ള ബോർഡ് വായിപ്പിച്ചുകൊണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് ഗ്രാനിക്ക് അതൊന്നും വായിക്കാൻ വേണ്ടി പറ്റിയില്ല, പിന്നെ പുതിയ ലെൻസൊക്കെ വെച്ചപ്പോൾ അവർക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് വായിക്കാൻ വേണ്ടി പറ്റി. ഫാദർ, ദാറ്റ്സ് വണ്ടർഫുൾ ന്യൂസ്. ഇത് നല്ല ന്യൂസ് ആണല്ലോ എന്ന് പറയാണ്. മണി, യു ഷുഡ് ഹാവ് സീൻ ഹെർ ഫേസ് വെൻ ഷീ ലുക്ക്ഡ് അറ്റ് മീ ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ്. അവർക്ക് ഗ്രാനിക്ക് ആ ഒരു ലെൻസൊക്കെ വെച്ചപ്പോൾ അവർ ആദ്യം നോക്കിയത് എൻ്റെ മുഖത്തായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എൻ്റെ മുഖം ക്ലിയർ ആയി കണ്ടുള്ള ഒരു സന്തോഷമുണ്ടായിരുന്നു. ഷീ സെയ്ഡ് ഐ ലുക്ക്ഡ് ഇൻ ഐസ്
ബട്ട് നീഡ് എ ഹെയർ കട്ട്, എ വാഷ് ആൻഡ് ഈവൻ ന്യൂ ഷൂസ്. അതുകൊണ്ട് എന്നെ കണ്ടതിന് ശേഷം പറയാണ് വളരെ നൈസ് ആയിട്ടുണ്ട്, പക്ഷേ നീ ഹെയർ കട്ട് ചെയ്യണം, വാഷ് ചെയ്യണം, അതുപോലെ തന്നെ ന്യൂ ഷൂസ് വാങ്ങിക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഫാദർ സ്മൈലിംഗ്, ദാറ്റ് സൗണ്ട്സ് ലൈക്ക് യുവർ ഗ്രാനി. അപ്പോൾ ഫാദർ ചിരിച്ചുകൊണ്ട് പറയാണ് അതാണ് നിന്റെ ഗ്രാനിയുടെ സൗണ്ട്, അല്ലെങ്കിൽ ഗ്രാനി അങ്ങനെയാണെന്ന് പറയാണ്. ഐ എം സോ ഗ്ലാഡ് ഷി ക്യാൻ സീ വെൽ അഗെയിൻ. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി, അവർക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ, അതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി എന്ന് പറയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 11th ക്വസ്റ്റ്യൻ ബി ആണ്. ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എൻഡ്സ് വിത്ത് ഗ്രാനി ഗെറ്റിംഗ് എ പെയർ ഓഫ് ന്യൂ ഗ്ലാസസ് ആഫ്റ്റർ കൺസൾട്ടിംഗ് ആൻ ഐ സ്പെഷ്യലിസ്റ്റ് ആൻഡ് റീഗെയിൻസ് ഹെർ ഐസൈറ്റ്. അപ്പോൾ ഈ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ള പാഠഭാഗത്തിൽ അവസാനം എന്ന് പറയുന്നത് ഗ്രാനിക്ക് ഒരു ന്യൂ ഗ്ലാസ് കിട്ടി, മാത്രമല്ല ഐ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞ അനുസരിച്ച് അവരുടെ ഐസൈറ്റ് ഒന്നും കൂടെ ബെറ്റർ ആവുകയും ചെയ്തു. പ്രിപ്പയർ ആൻ ആൾട്ടർനേറ്റീവ് എൻഡിങ് ടു ദ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിക്ക് ആൾട്ടർനേറ്റീവായിട്ട് ഇതല്ലാത്ത വേറൊരു എൻഡിങ് കൊടുക്കാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ കൊടുക്കാം? ദ ഡോക്ടർ എക്സാമിൻ ഗ്രാനീസ് ഐസ് ആൻഡ് സൈഡ്, ഐ ആം അഫ്രൈഡ് നാനി, ഹി സെഡ് ജെന്റ്ലി. അപ്പോൾ ഡോക്ടർ കണ്ണൊക്കെ നോക്കിയതിന് ശേഷം പറയാണ് പേടിക്കൊന്നും വേണ്ട നാനി എന്ന് പറയാണ്. ഹി സെഡ് ജെന്റ്ലി, വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. യുവർ ഐസൈറ്റ് cannot be fully restored, but we can give you special lens to protect the vision you still have. അപ്പോൾ പറയാണ് നിങ്ങളുടെ കാഴ്ചശക്തി വീണ്ടും നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല, വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷേ നമുക്ക് പുതിയ ലെൻസ് വെച്ചുകൊണ്ട് ഒന്നും കൂടെ ഈ വിഷനെ ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഗ്രാനി ഡിഡ് നോട്ട് ലുക്ക് ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ ഗ്രാനിക്ക് എന്താണ് അവിടെ സങ്കടമൊന്നും തോന്നിയില്ല. ഷീ സ്മൈൽഡ് വാംലി ആൻഡ് സെയ്ഡ്, വളരെ ഊഷ്മളതയോടുകൂടി ചിരിച്ചിട്ട് അവർ പറയാണ് ഐ ഹാവ് സീൻ ഇനഫ് ഓഫ് ലൈഫ് ടു നോ ഇറ്റ്സ് ബ്യൂട്ടി. അപ്പോൾ പറയാണ് ഞാൻ ജീവിതത്തിൽ എല്ലാ ബ്യൂട്ടിയും നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് ഡോക്ടർ. ആൻഡ് നൗ ഐ ഹാവ് മൈ ഗ്രാൻഡ് സൺ ടു ഗൈഡ് മീ. ഇന്ന് എൻ്റെ ഗ്രാൻഡ് സൺ എന്നെ ഗൈഡ് ചെയ്യാനുമുണ്ട്. ഓൺ ദി ജേർണി ബാക്ക് ഗ്രാനി ലിസൺ മോർ ദാൻ ഷീ ലുക്ക്ഡ്. അപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് അവർ കണ്ടതിനേക്കാൾ കൂടുതൽ അവർ ലിസൺ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഷീ എൻജോയ്ഡ് ദ സൗണ്ട്സ് ഓഫ് ബേർഡ്സ്, ദ ലഫർ ഓഫ് ദ ചിൽഡ്രൻ ബൈ ദ റോഡ് സൈഡ് ആൻഡ് മണീസ് എക്സൈറ്റഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എവറിത്തിങ് ഹി സോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവർ ബേർഡ്സിൻ്റെ സൗണ്ട്, പക്ഷികളുടെ സൗണ്ടുകൾ, അതുപോലെ തന്നെ കുട്ടികൾ റോഡ് സൈഡിൽ നിന്ന് കളിക്കുന്നത്, അവരുടെ ചിരി, മാത്രമല്ല മണി എന്തൊക്കെയാണോ പറയുന്നത് അത് വളരെ എക്സൈറ്റോട് കൂടിയിട്ട് അതൊക്കെ കേൾക്കാനും ഒക്കെ തുടങ്ങി. As the bus climbed the winding road, Granny thought perhaps sight is not only the eyes but also the heart. അപ്പോൾ ബസ് ഇങ്ങനെ ഓരോ റോഡൊക്കെ കയറുമ്പോൾ അവർ വിചാരിക്കുകയാണ് ശരിക്കും എൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ കണ്ണുകൾക്കല്ല, എനിക്ക് എൻ്റെ ഹൃദയത്തിനാണ് വേണ്ടത് എന്ന് ചിന്തിക്കുകയാണ്. ഷീ ഹെൽഡ് മണീസ് ഹാൻഡ് ടൈറ്റ്ലി ഫീലിംഗ് ഷീ കുഡ് സീ ഹിം ബെറ്റർ ദാൻ എവർ. അപ്പോൾ അവരെന്ത് ചെയ്തു, മണിയുടെ കൈ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് മുറുക്കി പിടിച്ചു, എന്നിട്ട് എനിക്കിപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. വിത്തൗട്ട് ഈവൻ ഓപ്പണിംഗ് ഹെർ ഐസ്. അവളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് പറയാണ് എനിക്ക് പണ്ടത്തേതിനേക്കാൾ ഇപ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയാണ്. കാരണം അവർ ഓരോന്നും ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം ഇതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മണി പറയുന്ന കാര്യങ്ങൾ കൂടെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th ആണ്. 12th എ. A narrator in the story, A Prescription for Life, finally realized that he did not have any serious ailments. Imagine that he jots down his thought and the feelings with a sense of relief after reaching home. Draft a possible diary entry. അപ്പോൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്നുള്ള പാഠഭാഗത്തിലെ നെറേറ്റർ വിചാരിക്കുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ, പെട്ടെന്ന് റിലീഫ് ആകുമെന്നൊക്കെ അവർക്ക് വീട്ടിലെത്തിയപ്പോൾ മനസ്സിലായി. അപ്പോൾ അവർ അന്ന് എഴുതുന്ന ആ ഒരു ഡയറി എൻട്രിയാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ തുടങ്ങാം? ഡിയർ ഡയറി. ഇതിന് മുന്നേ ആയിട്ട് ഡേറ്റും ഡേയും നിങ്ങൾ എഴുതുക, അത് മറന്നു പോകരുത്. That a day it has been. ഇന്ന് എന്തൊരു ദിവസമായിരുന്നു. I walked into a British museum this morning. I healthy and happy man, only to emerge convinced that I had every known disease in the medical encyclopedia. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനെന്തൊരു ഹെൽത്തിയും ഹാപ്പിയുമായിട്ടുള്ള ഒരാളായിരുന്നു. ഓൺലി എനിക്കെന്താണ് നമ്മുടെ മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ ഇല്ലാത്ത ഒരു ഡിസീസ് അല്ലേ, ആ ഡിസീസ് ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എക്സെപ്റ്റ് സ്ട്രേഞ്ചർലി ഹൗസ് മെയ്ഡ് സ്നീ. For a while I felt like a walking hospital, certain that my days were numbered. പക്ഷെ പെട്ടെന്ന് എന്താണ്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. Thankfully my visit to the doctor has put all those fears to rest.
അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ആ ഡോക്ടറെ അടുത്ത് ഞാൻ വളരെ നന്ദിയുള്ള ഒരാളായി മാറിയിരിക്കുകയാണ്. കാരണം എൻ്റെ ആ പേടിയൊക്കെ വെറും റെസ്റ്റായിട്ട് മാറുകയാണ്. ഹിസ് പ്രിസ്ക്രിപ്ഷൻ വാസ് നോട്ട് എ ലിസ്റ്റ് ഓഫ് മെഡിസിൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ, ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെഡിസിൻ്റെ ലിസ്റ്റ് ആയിരുന്നില്ല. ബട്ട് എ സെറ്റ് ഓഫ് സെൻസിബിൾ ഇൻസ്ട്രക്ഷൻസ്. ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ, വാക്ക് 10 miles എവറി മോർണിംഗ്. അപ്പോൾ അതിലുണ്ടായിരുന്നത് എന്താണ്? കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമായിരുന്നു. ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് കഴിക്കുക, അതുപോലെ തന്നെ നല്ല ബ്ലെൻഡി ആയിട്ടുള്ള നല്ല വാട്ടർ നന്നായിട്ട് കുടിക്കുക, മാത്രമല്ല 10 miles എല്ലാ മോർണിംഗും നടക്കുക, ഗോ ടു ബെഡ് അറ്റ് 11 sharp 11 മണിയാകുമ്പോഴേക്കും കിടന്നുറങ്ങുക, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്റ്റോപ്പ് സ്റ്റഫിങ് മൈ ഹെഡ് വിത്ത് തിങ്സ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മാത്രമല്ല എൻ്റെ തലയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച് നല്ല രീതിയിലൊന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞു. ഫീൽ സച്ച് റിലീഫ് നൗ. അത് കേട്ടപ്പോഴും അതൊക്കെ സംഭവിച്ചപ്പോഴും എനിക്ക് വളരെയധികം ആശ്വാസം തോന്നി. ഇറ്റ് ടേൺസ് ഔട്ട് ഐ എം നോട്ട് എ മെഡിക്കൽ മാർവൽ ആഫ്റ്റർ ഓൾ, ജസ്റ്റ് എ മാൻ വിത്ത് ആൻ ഓവർ ആക്റ്റീവ് ഇമാജിനേഷൻ, ഐ സപ്പോസ് ദ ബെസ്റ്റ്. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് മെഡിക്കൽ എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും ഒരു ഇമാജിനേഷൻ എന്നുള്ള രീതിയിലല്ല, അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സംഭവമാണ് എന്നുള്ളത്. ഐ സപ്പോസ് ദ ബെസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് റിയലി ഈസ് ടു ലീവ് ഈസ് സിമ്പിൾ, സ്റ്റേ ആക്റ്റീവ് ആൻഡ് തിങ്ക് ലെസ് അബൌട്ട് ഇമാജിനറി ഇൽനെസ്. ഐ എം ഡിറ്റർമൈൻഡ് ടു ഫോളോ ദ ഡോക്ടർ അഡ്വൈസ് ആൻഡ് എൻജോയബിൾ ദ ഡേയ്സ് ഹെഡ് ഫ്രീ ഓഫ് ഡിസീസ്. അപ്പോൾ അവിടെ പറയുന്നത് ആ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹം അന്ന് ഓർക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു ഡയറി എൻട്രി തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയിട്ട് കാണാം, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കേരള പാഠാവലിയും ഓരോ സബ്ജക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.